നമസ്കാരം. ഞാൻ ആസ്ട്രോളജർ ഗണപതി നിലയം മോഹൻദാസ്. 2026 ജൂണിൽ സംഭവിക്കുന്ന വ്യാഴമാറ്റ ഫലപ്രവചനങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്ന നക്ഷത്രം പൂര നക്ഷത്രമാണ്. ചിങ്ങക്കൂറിൽ പെട്ട നക്ഷത്രമാണ് പൂര നക്ഷത്രം. മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗം ഇവ കൂടുന്ന രാശിയാണ് ചിങ്ങൻ രാശി. ആ ചിങ്ങൻ രാശിയിൽ വരുന്ന നക്ഷത്രമാണ് പൂര നക്ഷത്രം. അപ്പോൾ പൂര നക്ഷത്രത്തിൻ്റെ വ്യാഴമാറ്റ ഫലം ആണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. പൂര നക്ഷത്രം എന്ന് പറയുന്നത് വളരെ കഴിവും പ്രാപ്തിയൊക്കെ ഉള്ള ആൾക്കാരുടെ ഒരു നക്ഷത്രമാണ്. എവിടെ ചെന്നാലും അവർക്ക് പൊടി പൂരമാണ്. ശകലം ആർഭാടം, കുറച്ച് ഉണ്ടാക്കി കാണിക്കും, കുറച്ച് പൊങ്ങച്ചവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനോടൊപ്പം തന്നെ അവരുടെ ജീവിതം പൊതുവെ സുഖകരമായിരിക്കും. പ്രത്യേകിച്ച് പുരുഷന്മാർ കലാപരമായ കാര്യങ്ങളിലൊക്കെ താല്പര്യമുണ്ടായിരിക്കും. സൗഹൃദത്തിനും സന്തോഷത്തിനൊക്കെ വളരെ വിലമതിക്കുന്ന ആൾക്കാരാണ്. പൊതുപ്രവർത്തനത്തിലാണെങ്കിലും കലാപ്രവർത്തനത്തിലാണെങ്കിലും അങ്ങനത്തെയുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തിമുദ്ര വയ്ക്കുന്ന ആൾക്കാരാണ്. ശുക്രൻ്റെ നക്ഷത്രമാണ്. അതുകൊണ്ട് തന്നെ സുഖഭോഗത, അതേമാതിരി കലാപരമായിട്ടുള്ള താല്പര്യങ്ങൾ, സൗഹൃദ ബന്ധങ്ങൾ, അങ്ങനത്തെയുള്ള കാര്യങ്ങളിലൊക്കെ ഒത്തിരി കൂട്ടുകാരൊക്കെ ഉള്ള ആൾക്കാരാണ്. ഒത്തിരി യാത്രകളെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. എവിടെ ചെന്നാലും അവർ പൊതുവെ പൊടി പൂരം എന്ന് പറഞ്ഞ രീതിയായിരിക്കും. പൂരട്ടാതി പറഞ്ഞ പുരുഷൻ എന്നൊക്കെ പറയണില്ലേ, അതുപോലെയൊക്കെ പൂരത്തിൽ പറഞ്ഞ പുരുഷനും വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ്. പൊതുവെ പരിചയപ്പെടാനും സുഹൃത്താക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു നക്ഷത്രക്കാരാണ് പൂര നക്ഷത്രക്കാർ. 2025 കാലഘട്ടത്തിൽ ഈ പൂര നക്ഷത്രക്കാർക്ക് ഒരുവിധം നല്ല രീതിയിലുള്ള സമയമായിരുന്നു. നല്ല വരുമാനം, സമ്പത്തൊക്കെ വരാനുള്ള വഴികൾ, അതുപോലെ നല്ല മനോഹരമായിട്ടുള്ള കുടുംബജീവിതം, കച്ചവടത്തിലാണെന്നുണ്ടെങ്കിലും നേരത്തെ പറഞ്ഞ കലാകാരന്മാർക്കാണെങ്കിലും ഉദ്യോഗസ്ഥന്മാർക്കാണെങ്കിലും വിദ്യാർത്ഥികൾക്കാണെങ്കിലും എല്ലാവർക്കും, പൂരം നാളുകാരികളാണെങ്കിലും എല്ലാവർക്കും പൊതുവെ നല്ല സമയമായിരുന്നു പൂര നക്ഷത്രം. എന്തായിരുന്നു കാരണം? 11-ൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലമായിരുന്നു. സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം സർവ ഇഷ്ട സാധ്യസ്ഥാനമായിട്ടുള്ള 11-ൽ സഞ്ചരിക്കുമ്പോൾ, കാര്യം മിഥുനം രാശിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. വ്യാഴത്തിനെ സംബന്ധിച്ചിടത്തോളം ശത്രുക്ഷേത്രമാണ്. ഇങ്ങനെയൊക്കെയുള്ള ചില ചെറിയ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും 11-ാം ഭാഗത്ത് വ്യാഴം നിൽക്കിയാൽ ഇവരുടെ കാര്യങ്ങൾക്കൊന്നും ഒരു ഭംഗം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ തവണത്തെ വ്യാഴമാറ്റം എങ്ങനെയാണ് സംഭവിക്കുന്നത്? 2026 ജൂൺ 2-ാം തീയതി വ്യാഴം മിഥുനം രാശിയിൽ നിന്ന് ഉച്ചരാശിയായിട്ടുള്ള കർക്കിടകത്തിലേക്ക് മാറുകയാണ്. വ്യാഴം ഒരു രാശി പിന്നിടണമെങ്കിൽ ഒരു വർഷം വേണം. അങ്ങനെ 12 രാശികൾ പിന്നിടാനായിട്ടുള്ള സമയം എന്ന് പറഞ്ഞാൽ 12 വർഷമാണ്. അതാണ് നമ്മൾ പൊതുവേ ഒരു വ്യാഴവട്ടം എന്നൊക്കെ പറയുന്നില്ല. ഈ വ്യാഴവട്ടം എന്ന് വെച്ചാൽ അർത്ഥം 12 വർഷം വേണം വ്യാഴത്തിന് ഒരു പ്രാവശ്യം സൂര്യനെ ചുറ്റി വരാൻ. ഭൂമിക്ക് 30 ദിവസം, ബുധശുക്രന്മാർക്ക് കൂടിപ്പോയി കഴിഞ്ഞാൽ 40 ദിവസം എന്നൊക്കെ പറയുന്നത് പോലെ, ശനിക്ക് 2.5 വർഷം എന്നൊക്കെ പറയുന്ന പോലെ വ്യാഴത്തിന് സൂര്യനെ ഒരു പ്രാവശ്യം ചുറ്റാൻ, സൂര്യനെ ചുറ്റാനല്ല, ഒരു രാശി നിന്ന് മറ്റൊരു രാശിയിലേക്ക് വരാൻ ഒരു വർഷം സമയം പിടിക്കും. അങ്ങനെ മിഥുനത്തിൽ നിന്ന് ഉച്ചരാശിയായിട്ടുള്ള കർക്കിടകത്തിലേക്ക് വന്നേക്കാണ്. എന്താണ് ഉച്ചരാശി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഗ്രഹത്തിന് ഭൂമിയുമായിട്ടുള്ള ആകർഷണ വികർഷണ അല്ലെങ്കിൽ ബല കാര്യങ്ങളിൽ ഏറ്റവും ഉത്തമമായിട്ട് രാശി, ഏറ്റവും ശക്തിയുള്ള രാശി, ഏറ്റവും പ്രഭയുള്ള രാശി, ഉച്ചരാശിയിൽ ഇരിക്കുന്ന ഗ്രഹത്തിൻ്റെ രാജാവ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതേമാതിരിയുള്ള ബലവും അതുപോലുള്ള ശക്തിയും അനുഗ്രഹ ഫലങ്ങളെല്ലാം തരാനുള്ള കൂടുതലും അധിക കഴിവൊക്കെ ഉള്ള രാശിക്കാണ് ഉച്ചരാശിയുടെ സവിശേഷത, അല്ലെങ്കിൽ ഉച്ചരാശി എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ മിഥുനം രാശിയിൽ നിന്ന് കർക്കിടക രാശിയിലേക്ക് വ്യാഴം മാറിയിരിക്കുകയാണ്. ലോകത്തിന് തന്നെ യുദ്ധം,
അതുപോലുള്ള കാര്യങ്ങളിൽ നിന്നും സംഘർഷം, പട്ടിണി, ദാരിദ്ര്യം, അതേമാതിരി ബിസിനസ് മാന്ദ്യങ്ങൾ, അങ്ങനത്തുള്ള കാര്യങ്ങളിലൊക്കെ ഇൻ്റർനാഷണലായിട്ട് തന്നെ ഗുണഫലങ്ങൾ, അനുകൂല ഫലങ്ങൾ, നല്ല ഫലങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വർഷമാണ് ഒരു രീതി പറഞ്ഞ 2026. എന്നാ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആധ്യാത്മികതയുടെയും ദൈവികതയുടെയും ഒക്കെ ആളായിട്ടുള്ള വ്യാഴം ഉച്ചരാശിയിലേക്ക് വരുമ്പോൾ ഭൂമിയിൽ നടക്കുന്ന എല്ലാ രീതിയിലുള്ള ആരാധനകളിലും, എല്ലാ രീതിയിലുള്ള ഭക്തിയിലും വിശ്വാസത്തിലും എല്ലാത്തിനും കൂടുതൽ പൂർണ്ണത, അല്ലെങ്കിൽ ഊർജ്ജസ്വലത, അല്ലെങ്കിൽ അനുഗ്രഹ ബലം വർദ്ധിക്കുന്ന കാലമാണ് ഈ 2026. പക്ഷേ ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് 12ാം ഭാഗത്തേക്കാണ് വ്യാഴം വന്നേക്കുന്നത്. 2026 ജൂൺ 2-ാം തീയതി മുതൽ 10ാം മാസം വരെ കർക്കടകത്തിലും 10ാം മാസത്തിൽ ചിങ്ങത്തിലേക്ക് അതിചാരം എന്ന് പറഞ്ഞൊരു യാത്ര മുഖേന മുമ്പോട്ടുള്ള ഗ്രഹം, ഒരു കൊല്ലം കൊണ്ട് മാറേണ്ട ഗ്രഹം ഏതാനും മാസങ്ങൾ കൊണ്ട് തന്നെ അടുത്ത രാശിയിലേക്ക് മാറുന്ന പ്രവണതയാണ് അതിചാരം എന്ന് പറയുന്നത്. ഇച്ചിരി വേഗത കൂടുതലുള്ള പരിപാടിയാണ്. അങ്ങനെ ചിങ്ങൻ രാശിയിലേക്ക് വരികയും 2027 ജനുവരി അവസാനമാകുമ്പോഴത്തേക്കും ഈ ഗ്രഹം, ഈ വ്യാഴം വീണ്ടും കർക്കിടകത്തിലേക്ക് പോവുകയും 2027 ജൂൺ 26-ാം തീയതിയോടുകൂടി വീണ്ടും ചിങ്ങത്തിലേക്ക് വന്ന് ചേരുകയും ചെയ്യുന്നതായിട്ടുള്ളൊരു പ്രതിഭാസമാണ് ഈ കൊല്ലത്തെ വ്യാഴമാറ്റത്തിൻ്റെ ചരിത്രം, അല്ലെങ്കിൽ യഥാർത്ഥമായിട്ടുള്ള സ്വഭാവം. അങ്ങനെ വരുമ്പോൾ ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 10ാം മാസം വരെയുള്ള സമയം 12ലേക്ക് വ്യാഴം പോവുകയാണ്. 12ലേക്ക് വ്യാഴം പോകുമ്പോൾ പഴമക്കാർ പറഞ്ഞ മാതിരി വ്യാഴം മറിഞ്ഞിരിക്കുകയാണ്. പഴമക്കാരായിട്ടുള്ള ആൾക്കാർ പറയും വ്യാഴം മറിഞ്ഞിരിക്കുകയാണ്, ദൈവം മറിഞ്ഞിരിക്കുകയാണ്. പ്രാർത്ഥനകൾക്ക് ഫലം കുറയുക, ആത്മവിശ്വാസത്തിന് കുറവ് വരിക, പണത്തിൻ്റെ ഒഴുക്കിന് തടസ്സം വരിക, പണവിനിമയങ്ങൾക്ക് തടസ്സം വരിക. വ്യാഴം പുത്രകാരകനാണ്. അതുകൊണ്ട് മക്കളും മാതാപിതാക്കളുമായിട്ടുള്ള ഈ നക്ഷത്രക്കാരുടെ, പൂരം നക്ഷത്രക്കാരുടെ മക്കളും അവരുമായിട്ടുള്ള ബന്ധങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവുക, അതുപോലെ ദൈവവിശ്വാസം കുറയുക, അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ശീലത്തിലൊക്കെ മാറ്റം ഉണ്ടാവുക, മനസ്സിലേക്ക് ഒരു ചെറിയൊരു ഇരുട്ട് വന്ന് കയറുക. എന്താണ് വേണ്ടതെന്ന്, അല്ലെങ്കിൽ തനിക്കിപ്പോൾ നന്നായിട്ട് പോയിക്കൊണ്ടിരുന്ന, ഒഴുകിക്കൊണ്ടിരുന്ന ഈ കാലത്തിന് പെട്ടെന്ന് എന്താണെങ്കിലും തടസ്സം വന്നതെന്നുള്ളൊരു തോന്നലുണ്ടാവുക. പറഞ്ഞ് പേടിപ്പിക്കല്ല കേട്ടോ. അപ്പോൾ അതുപോലുള്ള ചില കാര്യങ്ങളൊക്കെ ഇത് വന്നിട്ടുണ്ട്. ആർക്കാണ് ഇങ്ങനെ വന്നത്? എല്ലാ ആൾക്കാർക്കും വരുമോ? എല്ലാ പൂരം നക്ഷത്രക്കാർക്കും ഇങ്ങനെയാണോ സംഭവിക്കുന്നത് വെച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാലോ, അവരുടെ ചില ആൾക്കാരുണ്ട് ജനിക്കുമ്പോൾ മുതലും മരിക്കുന്നു വരെ വളരെ നല്ല കാലം മാത്രമായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരുടെ പൂർവ്വജന്മ സുഹൃതം കൊണ്ടായിരിക്കും കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ നല്ലതൊക്കെ ചെയ്തും സുഹൃതം ഒത്തിരി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആൾക്കാർക്ക് അവരുടെ ജാതകം നോക്കുമ്പോൾ അറിയാം അവർക്ക് ഏത് രീതിയിലുള്ള ദശാകാലം വന്നു കഴിഞ്ഞാലും അവരൊരു നില വിട്ട് കീപ്പോട്ട് പോകില്ല. എത്ര കഷ്ടത വന്നു കഴിഞ്ഞാലും, എന്ത് സുനാമി വന്നാലും ഒരു നിലനിൽക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അതുപോലെ ജാതകത്തിൽ ഇപ്പോൾ അനുകൂല ദശകളിലായിട്ടിരിക്കുന്ന ആൾക്കാർ, വ്യാഴദശയോ ശുക്രദശയോ അതുപോലെയൊക്കെയുള്ള അനുകൂല ദശകളായിട്ടിരിക്കുകയും ദശാനാഥൻ ഗ്രഹനിലയിൽ വളരെ നല്ല സ്ഥാനത്ത് നിൽക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വ്യാഴം 12ലേക്ക് പോയി കഴിഞ്ഞാലും വലിയ വിഷയമൊന്നും ഉണ്ടാവാനില്ല. മറിച്ച് കൊള്ളില്ലാത്ത രീതിയിലുള്ള ദശ അനുഭവിച്ചുകൊണ്ടിരിക്കുകയും അത്ര നല്ലതല്ലാത്ത ദശാകാലങ്ങളിലൂടെ പോവുകയും അതിൻ്റെ ദശാനാഥന്മാർ അത്ര അനിഷ്ട സ്ഥാനങ്ങളിലൊക്കെയാണ് നിലകൊള്ളുകയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വ്യാഴത്തിൻ്റെ ഈ മാറ്റം മറ്റുള്ളവരെക്കാൾ കൂടുതൽ അവർക്ക് കൂടുതലായിട്ട് അനുഭവിക്കും. വ്യയം, പാപം, പതനം, അങ്ങനെ ചില കാര്യങ്ങളൊക്കെയാണ് 12ലെ വ്യാഴത്തിനെ കൊണ്ട് പറയുന്നത്. 100 രൂപയും കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ 1000 രൂപയും കൊണ്ടും ചെയ്യാതിരിക്കാൻ ഇടവരിക. എന്നാൽ പൈസ മുടക്കുകയാണെങ്കിലോ, നല്ല കാര്യത്തിന് വേണ്ടിയാണ് കാശ് മുടക്കണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഇത്തിരി പൈസ കൂടുതലായാലും കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനത്തെയുള്ള സമയങ്ങളിൽ ഈ പൈസ പോണ കാര്യങ്ങൾ നല്ല കാര്യത്തിലേക്ക് ആയിക്കോളുന്നില്ല. വല്ല ആശുപത്രി കേസുകളിലേക്കോ അല്ലെങ്കിൽ
പിഴയടയ്ക്കലോ അല്ലെങ്കിൽ അതുപോലെയൊക്കെ ആയിട്ട് നമുക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ കൊടില്ലാത്ത രീതിയിലുള്ള ദുർവിനിയോഗങ്ങൾ, ധന ദുർവിനിയോഗങ്ങൾ സംഭവിക്കാം. അതാണ് വ്യയം എന്നുള്ള കാര്യങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പതനം എന്ന് വെച്ചാൽ പലതുമുണ്ട്. നോക്കിയും കണ്ടൊക്കെ നടക്കണം. വീഴ്ച സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. നിലവീഴ്ച വീഴാം, ടെറസിൻ്റെ മുകളിൽ നിന്ന് വീഴാം, കോണിപ്പടിയിൽ നിന്ന് വീഴാം, വാഹനങ്ങളിൽ നിന്ന് വീഴാം. അങ്ങനത്തെ അതിനൊക്കെ പതനുന്നുണ്ട്. പിന്നെ വേറൊരു പതനമുണ്ട്. അങ്ങേരെ ഒരു നല്ല മനുഷ്യനായിരുന്നു കേട്ടോ, അങ്ങേരെ ഭാഗത്തു നിന്ന് നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരു പ്രവൃത്തി പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞ ചില സംഭവങ്ങളുണ്ടല്ലോ. ചില കൊള്ളാത്ത വാർത്തകളൊക്കെ കേൾക്കും ചില നല്ല മനുഷ്യന്മാരെ പറ്റി. ചിലപ്പോൾ ഉള്ളതായിരിക്കും, ഇല്ലാത്തതായിരിക്കും. പക്ഷെ ജനം വിചാരിക്കും, ഓ എന്നാലും ഇയാളാണ് സൂക്ഷിക്കണമല്ലോ, അയാൾ ആ പ്രക്രിയ ചെയ്തോ എന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ച് ഒരു പതനമാണ്, മഹാപതനമാണ്. അങ്ങനത്തെയുള്ള പതനം ഉണ്ടാവും. ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരൊക്കെ പ്രത്യേകം സൂക്ഷിക്കണം. ഓരോ കാര്യങ്ങളിലൊക്കെ ആക്ഷൻ എടുക്കാനൊക്കെ ആയിട്ട് നിയമപരമായിട്ട് അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താൽ പിഞ്ഞാൽ പോലും പേരുദോഷം കേൾക്കാം. നടപടി എടുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ എതിരെ നിൽക്കുന്ന കക്ഷി ചിലപ്പോൾ വല്ല ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. ബാങ്ക് ജീവനക്കാർ ഇവരൊക്കെ ലോണൊക്കെ ചോദിച്ചുകൊണ്ടൊക്കെ ആരിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിലോ ചിലപ്പോൾ കൊടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ടൊക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ അതിൻ്റെ മൂലം കേട്ടിട്ടില്ലേ, വിദ്യാഭ്യാസ ലോൺ കൊടുക്കാത്തതിൻ്റെ പേരിൽ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു, അതിൻ്റെ പേര് മാനേജരെ ഖരാവോ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതുപോലെ പതനം, വ്യയം, അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇതുപോലുള്ള ചില പ്രവൃത്തികൾ, നമ്മുടെ ചില പ്രവൃത്തികൾ മൂലമൊക്കെ വേറൊരാൾ മരിക്കാനാണ് വരുമോ, അങ്ങനെയുള്ള കണ്ടീഷനൊക്കെ 12-ലെ വ്യാഴത്തെ കൊണ്ട് പറയാറുണ്ട്. പറഞ്ഞ് പേടിപ്പിക്കല്ല, ഇങ്ങനെ പറഞ്ഞൊക്കെ അക്ഷരാർത്ഥത്തിൽ സംഭവിക്കണമെന്നല്ല. അപ്പോൾ ഇങ്ങനെയുള്ള നിലകളിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ പ്രത്യേകിച്ച് സൂക്ഷിക്കണം. വലിയ കടബാധ്യതകൾ ചെന്നുവിടാൻ ഇടവരിക. ഇതുവരെ ഉണ്ടാവാത്ത ചില അന്വേഷണങ്ങളും കാര്യങ്ങളും നമ്മുടെ പേരിൽ വരിക. പൈസ കൂടുതലുള്ളിടത്തേക്ക് ഇഡിക്കാർ വരും, അതേമാതിരി സെയിൽ ടാക്സുകാർ വരും. അങ്ങനത്തെ ഉള്ള ആൾക്കാരിൽ നിന്നുള്ള കണ്ടീഷൻ പൈസ ഇല്ലാതെ ഞെരുങ്ങി ജീവിക്കുമ്പോൾ EMI ഒന്നും അടയ്ക്കാനൊന്നും യാതൊരു ദിവസത്തിലാണ് സമയത്ത് പെട്ടെന്ന് ജപ്തി പോലുള്ള കാര്യങ്ങൾ വരിക. നാട് വിട്ട് പോകേണ്ടതായിട്ട് വരിക. ഈ നാട്ടിൽ നിന്നിട്ടാണ് കുഴപ്പം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് കിട്ടുന്ന വിലയ്ക്ക് ഒക്കെ കൂടി വിറ്റുപറക്കി വേറെ സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോൾ അവിടെ രക്ഷപ്പെടാതെ വരിക. അങ്ങനെ നിരന്തരമായിട്ടുള്ള അലച്ചിൽ വരിക. ഇതൊക്കെ 12-ലെ വ്യാഴം കൊണ്ടുള്ള കുഴപ്പമാണ്. പിള്ളേരുടെ മക്കളുടെ ഒന്നും കാര്യങ്ങളിൽ വലിയ ആവശ്യമില്ലാത്ത കൈകടത്തിലൊന്നും പാടില്ല. ഈ തന്നോളം വളർന്ന് ഞാൻ താനെന്ന് വിളിക്കണമെന്ന് പറയില്ലേ, അതേ രീതിയിൽ കൂടിയൊക്കെ വേണം നമ്മുടേതായിട്ടുള്ള സമീപനം. എല്ലാ മക്കളും ഭാര്യയും ഒക്കെ തൻ്റെ സ്വന്തം ഇഷ്ടം കൊണ്ട് നടക്കണം എന്നൊന്നും ചിന്തിക്കരുത്. അവർക്ക് ഇഷ്ടമുള്ള കോഴ്സ് പഠിക്കാൻ പോകുമ്പോൾ അതല്ല, ഇതാണ് കുറച്ചുകൂടി നല്ലത്, ഇതാണ് ഇച്ചിരി കൂടുതൽ ആനുകാലികം, ഇതാണ് കൂടുതൽ പ്രയോജനപ്രദം എന്നും പറഞ്ഞൊന്നും കൂടുതൽ നിർബന്ധിക്കാൻ പോകരുത്. നമ്മളെക്കാൾ ബുദ്ധിയും വിവരമൊക്കെ ഇപ്പം നമ്മുടെ മക്കൾക്കുണ്ട്. അവർ പലതും അന്വേഷിച്ചിട്ടൊക്കെ ആയിരിക്കും എന്നത്. അല്ലെങ്കിൽ അങ്ങനത്തെ ചില കാരണങ്ങൾ മതി അങ്ങനത്തെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവാൻ. അതുപോലെ വിവാഹത്തിന് നിർബന്ധിക്കൽ. ഇപ്പോൾ എനിക്ക് ജോലി കിട്ടിയിട്ട് മതി കല്യാണം എന്ന് നമ്മുടെ മകളോ മകനോ ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കല്യാണമാണ് ഏറ്റവും നല്ലത് എന്നുള്ള രീതിയിലോ, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള വിവാഹത്തിനോ, അല്ലെങ്കിൽ അവരുടെ പോളിസിക്കെതിരായിട്ടൊന്നും മാതാപിതാക്കൾ കൂടുതൽ വയ്ക്കരുത്. എന്താണ് കാരണം? വ്യാഴം സന്താനകാരകനാണ്. സന്താനങ്ങളെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ഉള്ള സാധ്യതയുണ്ട്. അതുപോലെ പാപം ചെയ്യാനിട വരിക, അതും വലിയൊരു കാര്യമാണ് 12-ൽ വ്യാഴം നിൽക്കുമ്പോൾ. പാപം ചെയ്യാന്ന് വെച്ചാൽ എന്താ? സമൂഹത്തിനോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് നമുക്കോ ഒക്കെ ക്ഷീണം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് പാപം. അല്ലെങ്കിൽ ആത്മാവിന് ഉയർച്ച, വളർച്ച, പോഷണം ഉണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം പുണ്യവും, ആത്മാവിന് ശോചനീയമായിട്ടുള്ള അവസ്ഥ ഉണ്ടാക്കുന്ന, ക്ഷീണമുണ്ടാക്കുന്ന കാര്യങ്ങളെ പാപം എന്ന് ഇങ്ങനെ വേണമെങ്കിൽ നിർവചിക്കാം. ഒട്ടും പ്രതീക്ഷിക്കാതെ വളരെ നല്ല മനുഷ്യനായിട്ടൊരു മനുഷ്യൻ പെട്ടെന്നുള്ളൊരു ആവേശത്തിൽ ചില കർമ്മങ്ങൾ ചെയ്യും. ഭാര്യയെ തെല്ലിന്ന് വരും, ഒറ്റ ശാസന അമ്മയെ തെല്ലിന്ന് വരും, അപ്പനെ തെല്ലിന്ന് വരും, പഠിപ്പിക്കുന്ന സാറിനെ തെല്ലിന്ന് വരും. വളർത്തുമൃഗങ്ങളോട് അങ്ങനത്തുള്ള കാര്യങ്ങളോടൊക്കെ വളരെ നീചവും ക്രൂരമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കാൻ ഇടവരും. തന്നെ ആശ്രയിച്ച് ജീവിക്കുന്നവരും തന്നേക്കാൾ ശേഷി കുറഞ്ഞവരുമൊക്കെ പല രീതിയിൽ പീഡിപ്പിക്കാൻ ഇടവരും. അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പാവമാണ്. അർഹതയില്ലാത്ത ഒരാൾക്കാരെ ഇന്ന് കൈക്കൂലി മേടിക്കുന്നതും പാവം തന്നെയാണ്. വളരെ പാവപ്പെട്ടവനായിട്ടൊരു ഒരുത്തൻ നമ്മുടെ അടുത്തൊരു കാര്യത്തിനായിട്ട് വന്നു കഴിയുമ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് നിർദ്ദയം കൈക്കൂലി മേടിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ പാവത്തിൽ തന്നെ പെട്ടതാണ്. ഇതിനു മുമ്പ് ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലാത്ത വ്യക്തികൾ പോലും ഈ 12-ാം ഭാവത്ത് വ്യാഴം എന്ന സമയത്ത് അവർക്ക് അത്തരത്തിലുള്ള ദുർബുദ്ധി മനഃപൂർവ്വം ചെയ്യുകയോ
അല്ലെങ്കിൽ സാഹചര്യവശാൽ നീ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ചെയ്തു എന്നുള്ള രീതിയിലുള്ള പഴി കേൾക്കേണ്ടി വരികയോ, വലിയ ആളായിട്ടിരുന്ന നമ്മൾ തീരെ നിസ്സാരന്മാരാവും. ചുരുക്കത്തിൽ പറഞ്ഞാൽ പണക്കാരനെ പിച്ചക്കാരനാക്കുന്ന ഒരു സമയമാണ്. കാശും കാര്യങ്ങളെല്ലാമുള്ള സമ്പന്നനെ ധർമ്മക്കാരനാക്കുന്ന ഒരു സമയമാണ് ഈ 12-ലെ വ്യാഴം എന്ന് മനസ്സിലാക്കണം. ആരെങ്കിലും മാനസികമായിട്ട് തളർത്താനോ വിഷമിപ്പിക്കാനായിട്ടൊന്നും പറഞ്ഞതല്ല കേട്ടോ. അപ്പോൾ പൂരം നക്ഷത്രക്കാരായിട്ടുള്ള ആൾക്കാർ ചുമ്മാ ഇയാൾ എന്തൊക്കെയാണ് പറയുന്നത്, നമ്മുടെ ആത്മവിശ്വാസം നശിപ്പിക്കുക എന്നുള്ളതിൽ പറഞ്ഞതല്ല. നിങ്ങളുടെ ആരെയും ആത്മവിശ്വാസം നശിപ്പിക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ പ്രത്യേകത, ഞങ്ങളുടെ തൊഴിൽ അല്ലെങ്കിൽ ഞങ്ങളിൽ ഉള്ള കർത്തവ്യം. മറിച്ച് ജ്യോതിഷത്തിന് ഇത്രേ പറയാനുള്ളൂ, ഇപ്പോഴത്തെ കാലം ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സാഹസ പ്രവൃത്തികൾ, ധനവിനിമയങ്ങൾ, എന്നുവെച്ചാൽ ആലോചിക്കാത്ത രീതിയിലുള്ള ധനവിനിമയങ്ങൾ, വ്യക്തിബന്ധങ്ങൾ, അധികാര പ്രയോഗങ്ങൾ, അല്ലെങ്കിൽ അങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ സൂക്ഷിക്കണം. ഉദ്യോഗത്തിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ വളരെ ശ്രദ്ധിക്കണം. എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം ഔദ്യോഗികപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി പേര് തൊഴിലില്ലാത്ത ആൾക്കാരുണ്ട്. അവർക്കുടെ പ്രധാന പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ജോലിയൊക്കെ ഉള്ള ആൾക്കാർക്ക് നേരെ വിപരീതം ചെയ്യുക, അല്ലെങ്കിൽ അവരെ ഊരാക്കുടുക്കിൽ ആക്കുക എന്നുള്ളൊരു സ്വഭാവമുണ്ട്. അതിൻ്റെ പേരിൽ പ്രകടനമായി, പൊതുസമ്മേളനമായി, അങ്ങനെയായിട്ട് കുറച്ച് ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് ഷൈൻ ചെയ്യാൻ പാകത്തിനുള്ള കാലങ്ങളൊക്കെ വരും. അല്ല, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആരെങ്കിലും എന്തെങ്കിലും ചെറിയ തൊഴിലും പണിയൊക്കെ ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വന്ന് ആവശ്യമില്ലാത്ത സർട്ടിഫിക്കറ്റിൻ്റെ ലൈസൻസിൻ്റെ ഒക്കെ പേരിൽ ബുദ്ധിമുട്ടിപ്പിക്കുന്ന സ്വഭാവം ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്കും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക ഉദ്യോഗസ്ഥന്മാരും അല്ലെങ്കിൽ അല്ലാത്തവരും ഒന്നും പ്രത്യേകിച്ച് കുറ്റപ്പെടുത്തണമെന്നല്ല കേട്ടോ. പറയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ പറഞ്ഞ ഉദാഹരണത്തിൻ്റെ പേരിൽ ആർക്കെങ്കിലുമൊക്കെ ഹർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അതൊന്നുമല്ല നമ്മുടെ ലക്ഷ്യം. ഈ സംഭവം കൊണ്ട് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ സമക്ഷത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പാപം, പതനം, വ്യയം, ഇങ്ങനെ ഈ 3 സംഗതികളാണ്. സംസ്കൃത ശ്ലോകം ഞാനിവിടെ മനഃപൂർവ്വം പറയാത്തതാണ്. എന്നുവെച്ചാൽ നമ്മൾ ഈ പറഞ്ഞത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അല്ല, നമ്മുടെ പാണ്ഡിത്യം തെളിയിക്കുക എന്നുള്ളതല്ല നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. കാര്യം പറഞ്ഞാൽ മനസ്സിലാവുന്നുള്ളത് മാത്രമാണ്. അപ്പോൾ 12-ലെ വ്യാഴത്തിൻ്റെ പ്രധാനമായിട്ടുള്ള 3 കാര്യങ്ങൾ എന്ന് വെച്ചാൽ പാപം. നല്ലവനായിട്ടുള്ള ഒരു വ്യക്തി പാപം ചെയ്യാൻ ഇടവരുത്തും. അവൻ മാനസികമായിട്ട് അവൻ പോലും അറിയാണ്ട് അവൻ ചില കാര്യങ്ങൾ ചെന്നുപെടും. അതുമാതിരി പതനം എന്ന് വെച്ചാൽ വീഴ്ച എന്നുകൊണ്ട് നല്ലൊരു വ്യക്തിത്വം സമൂഹത്തിൻ്റെ മുമ്പിൽ നിവദിച്ചു പോയി. അയ്യോ, അങ്ങേരുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഇങ്ങനെ ഒരു പരിപാടി നമ്മൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഈ കാലത്ത് ആരെ വിശ്വസിക്കണമെന്നൊക്കെ ആൾക്കാരെ കൊണ്ട് തോന്നിപ്പിക്കും. ചിലപ്പോൾ നമ്മൾ ഇതൊന്നും മനസ്സാവാതെ അറിഞ്ഞിട്ടുണ്ടാവില്ല. ചീത്തപ്പേര് കേൾക്കുക, പേരുദോഷം കേൾക്കുക. അപ്പോൾ പാപം, പതനം, വ്യയം, നമ്മളായിട്ട് അധ്വാനിച്ചു വച്ചേർന്ന പണം മക്കളെ പഠിപ്പിക്കാനോ മക്കളെ കല്യാണം കഴിപ്പിക്കാനോ അങ്ങനത്തുള്ള കാര്യത്തിനൊക്കെ ആയിട്ട് നമ്മൾ ചിലവാക്കേണ്ടി വരും. അങ്ങനെ ചിലവാക്കേണ്ടി വരുമ്പോൾ അതിൽ നിന്ന് ഗുണമില്ലാതിരിക്കുക. എന്താണ് ഈ മക്കളുടെ കാര്യം പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞു, വ്യാഴം പുത്രകാരകനാണ്. വ്യാഴം ത്തിൻ്റെ അനുഗ്രഹമുള്ള സമയമാണെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവുന്നത് മക്കളിൽ നിന്നാണ്. അതുപോലെ തന്നെ പ്രതികൂലമായിട്ടാണെങ്കിലും ഏറ്റവും കൂടുതലുള്ള വിഷമം ഉണ്ടാക്കുന്നത് മക്കളിൽ നിന്ന് തന്നെയാണ്. പ്രധാനമായിട്ട് പറയുന്നത് രാജാവിങ്കിൽ നിന്നും ദൈവത്തിങ്കിൽ നിന്നും മക്കളിൽ നിന്നും ഒക്കെ തീരെ മോശമായിട്ടുള്ള അനുഭവം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ ഈ 10-ാം മാസം വരെ കർക്കിടകത്തിലിരിക്കുന്ന ഗ്രഹം അതിനുശേഷം ചിങ്ങൻ രാശിയിലേക്ക് മാറും. ചിങ്ങൻ രാശിയിലേക്ക് മാറുമ്പോൾ ജന്മത്തിലേക്ക് വരും. അതായത് ആദ്യം 12-ലേക്കും അതിനുശേഷം 1-ലേക്ക് എന്നുവെച്ചാൽ ചിങ്ങൻ രാശി ഈ പൂര നക്ഷത്രക്കാരുടെ ജന്മം എന്നുവെച്ചാൽ ചന്ദ്രൻ ജനിക്കുമ്പോൾ ചന്ദ്രൻ നിൽക്കുന്നതായിട്ടുള്ള രാശിയിലേക്ക് മാറും. ലഗ്നവ്യാഴം കൊള്ളില്ല എന്ന് ചില ആൾക്കാരൊക്കെ പറയും. ലഗ്നവ്യാഴത്തിലും കുഴപ്പമുണ്ടെന്നൊക്കെ പറയും. ചില ജന്മവ്യാഴവും നല്ലതല്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷേ ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. എന്നുവെച്ചാൽ ഉച്ചരാശിയിലേക്കാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഉച്ചരാശിയിലേക്കാണ് വ്യാഴം വന്നേക്കുന്നത്. ആ വരവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വെയിലത്ത് നിന്ന് കയറി നമ്മൾ ഒരു തണൽ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ഒരു അനുഭൂതിയായിരിക്കും.